ശബരിമലയിൽ ഇന്ന് വൻ ഭക്തജന തിരക്കാണ്. ഇന്ന് ഇതുവരെ ദർശനം നടത്തിയവരുടെ എണ്ണം അത് 73,000 പിന്നിട്ടിട്ടുണ്ട്. നടപ്പന്തലിൽ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ്. സ്പോട്ട് ബുക്കിംഗിൽ വന്ന വർധനവാണ് തിരക്കിന് കാരണമെന്നാണ് സന്നിധാനം SOB കൃഷ്ണകുമാർ പറഞ്ഞത്. സോണൽ നമുക്കൊപ്പം വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. സോണൽ, ഇന്ന് ഇത്രയധികം ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? വലിയ തിരക്കുണ്ടായിരുന്നോ? ഭക്തർക്ക് കാത്തു നിൽക്കേണ്ടിയൊക്കെ വന്നോ തൊഴാൻ? ആര്യ, ഇന്ന് ഇതുവരെയുള്ള കണക്കനുസരിച്ച് 75,000 കഴിഞ്ഞിട്ടുണ്ട് ഭക്തജനങ്ങളുടെ ഇങ്ങോട്ടേക്കുള്ള തിരക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. കാരണം വലിയൊരു സംഖ്യയിലേക്ക് ഇന്ന് എത്തുമെന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇനി ഹരിവരാസനം കഴിയും വരെ ദർശനം നടത്താനുണ്ട്. മനക്കൂട്ടം മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഭക്തരും അതുപോലെ തന്നെ പോലീസും വ്യക്തമാക്കിയിട്ടുള്ളത്. ഓരോ സംഘങ്ങളാക്കി തിരിച്ചാണ് ഇപ്പോൾ ഭക്തരെ സന്നിധാനത്തേക്ക് മനക്കൂട്ടത്ത് നിന്ന് വിടുന്നത്. കൃത്യമായിട്ടുള്ള ക്രമീകരണമുണ്ട്. പമ്പയിലെ സ്പോട്ട് ബുക്കിങ്ങിൽ വന്ന വർധനവാണ് ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിക്കാൻ കാരണമായത് എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ അതിന് എല്ലാ തരത്തിലും തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ വ്യവസ്ഥയോട് കൂടിയാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, കാനനപാത ചവിട്ടി വരുന്ന അയ്യപ്പന്മാർ, അതായത് എരുമേലിയിൽ നിന്ന് കാൽനടയായി ഏകദേശം 50ഓളം കിലോമീറ്റർ സഞ്ചരിച്ചു വരുന്ന അയ്യപ്പന്മാർക്ക് പ്രത്യേക പാസ് ഇന്നലെ മുതൽ അനുവദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പമ്പയിലെത്തി നീലിമല ചവിട്ടി വരുന്ന സമയത്ത് യാതൊരു ക്യൂവും നിൽക്കേണ്ട കാര്യമില്ല. അവർക്ക് സന്നിധാനത്തെത്തി വാവര നട വഴി 18ാം പടി കയറാം എന്നുള്ള ഒരു കാര്യം കൂടി പ്രധാനമായി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായുള്ള ഏകദേശം 3 പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണ് കാനനപാത വഴി വരുന്ന അയ്യപ്പന്മാരുടെ സാധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു തീരുമാനമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോഴും ഈ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. നടപ്പന്തലിൽ വലിയ ക്യൂ നമുക്ക് കാണാൻ കഴിയും. പമ്പ വഴി വരുന്ന അയ്യപ്പന്മാരെല്ലാം തന്നെ മരക്കൂട്ടം മുതൽ വലിയ തിരക്ക് അനുഭവിച്ചുകൊണ്ട് പിന്നീട് നടപ്പന്തലിലെത്തി മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും അയ്യപ്പനെ കാണാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അയ്യപ്പനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് എത്ര സമയം വേണമെങ്കിലും തങ്ങൾ വരി നിൽക്കാം എന്നുള്ളത് തന്നെയാണ് അയ്യപ്പന്മാർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കൃത്യമായ നിയന്ത്രണങ്ങളിലൂടെ അയ്യപ്പൻ ഭക്തന്മാരെ ഇങ്ങോട്ടേക്ക്, അതായത് 18ാം പടി കയറ്റി മുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ പോലീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് അമ്മ, തിരക്കുണ്ടായിരുന്നോ? തിരക്കുണ്ടായിരുന്നു. എത്ര മണിക്കൂർ നിന്നു? കുറച്ച് നിന്നു. സമയം പാസ് കിട്ടിയായിരുന്നോ? അതുകൊണ്ട് ക്യൂ നിൽക്കേണ്ടി വന്നില്ല അല്ലേ? ഇവിടെ കുറച്ച് കുടുങ്ങി, വേറെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെ തമ്പി, തിരക്ക് റഷ് എടുക്കാം? எங்க இருந்து வந்திருக்க? மேல்மருத்துல இருந்து வரோம். ஆமா. எங்க இருந்து? பம்ப வழியா? பம்ப வழியா தான் வரோம். பம்பா மரக்கூட வழி. நல்லா இருக்கு. എന്തായാലും ഭക്തർ ഹാപ്പിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരക്കുണ്ടെങ്കിൽ പോലും അത് കൃത്യമായ സംവിധാനത്തോടു കൂടി നിയന്ത്രിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാഴ്ച, അയ്യപ്പൻ ഭക്തന്മാർക്ക് വേണ്ട വെള്ളവും മറ്റും കൃത്യമായി എത്തിക്കുന്ന ഒരു കാഴ്ച. ഏതെങ്കിലും തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഇവിടെ, അതായത് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത്. പമ്പയിൽ നിന്ന് മല ചവിട്ടി വരുന്ന അയ്യപ്പന്മാർക്ക് വേണ്ട ഏതെങ്കിലും തരത്തിൽ ശാരീരിക അസ്വസ്ഥതയുണ്ടെങ്കിൽ അത് കൃത്യമായി അറിയിക്കാൻ വേണ്ട ആരോഗ്യ സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് 2 മരണം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് സോണൽ കാണിച്ചു തരുന്ന ദൃശ്യങ്ങളിൽ തന്നെ കാണാമല്ലേ പ്രേക്ഷകർ, നല്ല തിരക്കാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. പക്ഷേ കൃത്യമായ സംവിധാനങ്ങളുണ്ട്. ഭക്തർക്ക് സ്വാഭാവികം ഇത്ര നേരം കാത്തു നിൽക്കേണ്ടി ക്യൂവിലൊക്കെ കാത്തു നിൽക്കുന്ന ഭക്തരാണ്. അവർക്ക് വെള്ളവും ബിസ്ക്കറ്റും നൽകാനുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ്.